നമുക്കിനി കോഴിക്കോടേക്ക് പോകാം. കോഴിക്കോട് അതായത് ഇടത് കഷ്ടിച്ച് നിലനിർത്തിയ അത് ഒരേ ഒരു കോർപ്പറേഷൻ മാത്രമാണ് സംസ്ഥാനത്തുള്ളത്. 6-ൽ 1 മാത്രമാണ്, അത് കോഴിക്കോടാണ്. ഷഹീദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഹീദ്, ഇടയ്ക്ക് 19 മുതൽ 24 വരെയുള്ള വാർഡുകളുടെ ഫലം ഈ കമ്മീഷന്റെ സൈറ്റിൽ അപ്ഡേറ്റ് ആയിരുന്നില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? മെഡിക്കൽ കോളേജ് ചേവായൂർ ഭാഗങ്ങളിലോ എന്നൊക്കെ സംശയമുണ്ടായിരുന്നു. എന്താണ് കോഴിക്കോട് കോർപ്പറേഷൻ? അത് ഇടതിന്റെ കോട്ട, അത് ഒരു തരത്തിലും മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല. അവിടെ ഇപ്പൊ കഷ്ടിച്ചങ്ങ് ഉറപ്പിച്ചു, കഷ്ടിച്ച് ഞങ്ങൾ നേടി എന്ന് മാത്രമേ ഇടതിന് അവകാശപ്പെടാൻ കഴിയുകയുള്ളൂ. ഷഹീദിലേക്ക് വരാം. കോഴിക്കോട് ഗ്രാമപഞ്ചായത്തിനെ കണക്കെടുത്താൽ 70-ൽ 39 UDF-നാണ്, അവിടെ LDF-ന് 27ആണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ LDF-ന് നേട്ടമുണ്ട്, 12-ൽ 8. ജില്ലാ പഞ്ചായത്ത് അത് UDF-നൊപ്പം. മുനിസിപ്പാലിറ്റിയിൽ 7-ൽ 4 UDF-നൊപ്പമാണ്. കോഴിക്കോട് കോർപ്പറേഷൻ എന്തായാലും LDF നിലനിർത്തി എന്ന് പറയുമ്പോഴും അത് കോഴിക്കോട് UDF വലിയ ആഹ്ലാദ പ്രകടനം നമുക്കിപ്പോൾ കാണാം. 4.5 പതിറ്റാണ്ട് കാലത്തെ ഇടത് ഭരണം അത് തുടർച്ചയായി ഭരിക്കും, ഇത്തവണയും ഭരിക്കും. അത് LDF CPM നേതാക്കന്മാരും പറഞ്ഞിരുന്ന ഭൂരിപക്ഷം ഏകദേശം 50 സീറ്റുകൾ, 56 സീറ്റുകൾ ജയിച്ചു കയറി വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഭരിക്കുമെന്നറിഞ്ഞ് പറഞ്ഞ് മത്സരത്തിലിറങ്ങിയ കോഴിക്കോട് കോർപ്പറേഷനാണ് വെറും 34 സീറ്റുകൾ മാത്രമായി ചുരുങ്ങുന്ന സാഹചര്യം. അതിന്റെ വലിയ ആഹ്ലാദ പ്രകടനം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. UDF-ന്റെ 26 സീറ്റുകൾ നേടി വലിയ മുന്നേറ്റം UDF കോഴിക്കോട് കോർപ്പറേഷനിൽ കാഴ്ചവെച്ചിരിക്കുകയാണ്. അതായത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിന്റെ പയ്യാനക്കൽ, ചക്കുംകടവ് ഉൾപ്പെടെയുള്ള നദീനഗർ ഉൾപ്പെടെയുള്ള കോഴിക്കോടിന്റെ തീരമേഖല ഉൾപ്പെടെ കഴിഞ്ഞ തവണയൊക്കെ LDF-നൊപ്പം CPM-നൊപ്പം അടിയുറച്ചു നിന്ന വാർഡുകൾ ഒന്നാകെ മാറി UDF-ലേക്ക് മാറിയിരിക്കുന്നു. UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു. ഈ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഈ കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശമൊക്കെ, ഇതിന്റെ സമീപ പ്രദേശമൊക്കെ കഴിഞ്ഞ തവണ LDF-ന്റെ ആഹ്ലാദ പ്രകടനം നടന്ന സ്ഥലമാണ്. LDF-ന്റെയും CPM-ന്റെയും ചുവന്ന കൊടികൾ പാറി ഉയർന്ന സ്ഥലത്താണ് ഇപ്പോൾ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും വിജയക്കൊടിയുമായി ആളുകൾ ഇപ്പോൾ ഇവിടെ സംസാരിക്കണം. ഷാഫി പറമ്പിലിന്റെ മർദ്ദനമേറ്റ പേരാമ്പ്ര, TP രാമകൃഷ്ണൻ MLA ആയി നിൽക്കുന്ന പേരാമ്പ്ര, അവിടെ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് UDF ഭരണം പിടിക്കുന്നത്? തീർച്ചയായും ഗ്രാമപഞ്ചായത്തുകളുടെ സ്ഥിതിയും നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പേരാമ്പ്ര ഉൾപ്പെടെ അത്തോളി, ബാലുശ്ശേരി, ചക്കിട്ടപ്പാറ, ചങ്ങരോത്ത്, ചേമഞ്ചേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അതായത് ഗ്രാമപഞ്ചായത്തുകൾ ഒരു കാലത്തും ഇളക്കം തട്ടാത്ത LDF-ന്റെ കോട്ടയായി നിന്ന ഗ്രാമപഞ്ചായത്തുകൾ. ഒരുപക്ഷെ 2010-ൽ നഗരസഭയിൽ കോഴിക്കോട് കോർപ്പറേഷനിലൊക്കെ ചെറിയ ഇളക്കം LDF-ന്റെ സീറ്റുകളിൽ വന്നെങ്കിൽ പോലും ഒരു കാലത്തും ഇളകാത്ത ഗ്രാമപഞ്ചായത്തുകൾ ഇപ്പോൾ മാറിയിരിക്കുന്നു, അട്ടിമറി നടത്തിയിരിക്കുന്നു, UDF വിജയം നേടിയിരിക്കുന്നു. ഇത് എന്തിന്റെ സൂചനയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അതിന്റെ തുടർ ചർച്ചകൾ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും അപ്രതീക്ഷിതമായ ഘട്ടം, അതായത് നമ്മൾ UDF-ന്റെ നേതാക്കന്മാരെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് സംസാരിക്കുമ്പോഴൊന്നും അവരുടെ ഭാഗത്ത് നിന്നും പോലും നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള, അവർ പോലും ആത്മവിശ്വാസം പ്രകടിപ്പിക്കാത്ത ഇടങ്ങളിൽ പോലും വലിയ വിജയം, സൂചിപ്പിച്ചതുപോലെ ഗ്രാമപഞ്ചായത്തുകളിൽ വലിയ വിജയം നേടാൻ UDF-ന് കോഴിക്കോട് സാധിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ ഒരുപക്ഷെ UDF-ന് ഭരിക്കാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതായത് ആ തരത്തിൽ ഗ്രാമപഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ഉൾപ്പെടെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ UDF-ന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ LDF-ന്റെ തകർച്ചയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യം NDA കുറിച്ചാണ്. കഴിഞ്ഞ തവണ 7 സീറ്റുകൾ മാത്രമാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ BJP-ക്ക് ഉണ്ടായിരുന്നത്, NDA-ക്ക് ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ അവർ ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഷഹീദ്, വലിയ രീതിയിൽ മികച്ച പ്രകടനം പലയിടങ്ങളിലും BJP-ക്ക് NDA-ക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ. തീർച്ചയായും ആര്യ, അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കോഴിക്കോട് 7 സീറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 13 സീറ്റാക്കി BJP വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോഴിക്കോട് നഗര ഹൃദയ പ്രദേശങ്ങളിലെല്ലാം ഇപ്പോൾ BJP വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാവൂർ റോഡ്, ചാലപ്പുറം, കൊറ്റമ്മൽ, കുതിരവട്ടം, പുതിയറ, സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടെ പാറോപ്പടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അതായത് കോഴിക്കോടിന്റെ നഗര ഹൃദയ പ്രദേശങ്ങളാണ്. കോഴിക്കോടിന്റെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന, നഗരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ, ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ BJP ജയിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒപ്പം തന്നെയാണ് അവർക്ക് കൈമോശം വന്നിരുന്ന ബേപ്പൂര് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, ചക്കവരത്തുകുളം, ചേവരമ്പലം, മെഡിക്കൽ കോളേജ് സൗത്ത്, പൊറ്റമ്മൽ, മാവൂർ റോഡ്, അതായത് കോഴിക്കോട് നഗരത്തിലെ പരമ്പരാഗത ആളുകൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ BJP അവരുടെ സ്വാധീനം, ശക്തി വർദ്ധിപ്പിച്ചിരിക്കുന്നു.
എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് LDF-നെയും UDF-നെയും ഒരേപോലെ പക്ഷെ ഒരേ സമയം തന്നെ ആശങ്കപ്പെടുത്തുന്നതാണ് BJP-യുടെ BJP കൂടുതൽ സീറ്റുകൾ ജയിച്ചത് എന്ന് അവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ മുന്നണിയിലെ കാര്യം ഇനി പരിശോധിക്കേണ്ടതുണ്ടാകും. UDF നേതാവിന്റെ പ്രതികരണം അങ്ങനെയായിരിക്കണം, അതല്ല ശശി തരൂരിന്റെ ഭാഗം. അതായത് BJP കടന്നു കയറി വരുമ്പോൾ, BJP മുന്നേറുമ്പോൾ ആശങ്കയുണ്ട് എന്ന് പറയുകയാണ്. LDF-ഉം പറയുന്നുണ്ട്, ഇപ്പോൾ UDF-ഉം പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ശശി തരൂരിന് മാത്രം മറിച്ചൊരു അഭിപ്രായം എന്നുള്ളത് കൂടിയുണ്ട്. നമുക്കറിയാം UDF കോഴിക്കോട് നേരത്തെ തന്നെ ഒരു മേയർ സ്ഥാനാർത്ഥിയൊക്കെ നിർത്തി കളം പിടിക്കാൻ ശ്രമിച്ചിരുന്നു. സിനിമാ പ്രവർത്തകനായി, ചലച്ചിത്ര പ്രവർത്തകനായി VM വിനു ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിന് വോട്ടുണ്ടായിരുന്നില്ല, ഹൈക്കോടതിയിലേക്ക് പോയി, ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ശകാരം കേട്ടു. പക്ഷെ അതിന് പകരം വന്ന കാളക്കണ്ടി ബൈജുവിന് എന്തായാലും അവിടെ ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കല്ലായിൽ എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ കോർപ്പറേഷനിൽ UDF-ന് വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. പക്ഷെ അതോടൊപ്പം തന്നെ നഗരഹൃദയത്തിൽ BJP-ക്കും കടന്നു കയറാൻ കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കോട്.